ഒരാളോട് മാപ്പ് പറയേണ്ടി വന്നാൽ നമ്മൾ സോറിയൊക്കെ പറയും. പക്ഷേ സവർക്കറുടെ മാപ്പപേക്ഷകൾ വായിക്കണം. മാപ്പപേക്ഷയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക് മൂപ്പർ എഴുതിയതാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ബൈബിളിലെ ഉപമയൊക്കെയാണ്. ബ്രിട്ടീഷുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവുക ബൈബിളാണല്ലോ, അതുകൊണ്ടാവും ബൈബിൾ പറഞ്ഞത്. മുടിയനായ പുത്രന് തിരിച്ചെത്താൻ ബ്രിട്ടീഷ് രാജ്ഞിയുടെ മാതാവിന്റെ സ്ഥലമല്ലാതെ മറ്റേതാണുള്ളത്. മൂപ്പരെ വിളിക്കുന്നത് മുടിയനായ പുത്രൻ എന്നാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുടിയനായ പുത്രനാണ് ഞാൻ, എനിക്ക് തിരിച്ചെത്താൻ ആ സ്ഥലമല്ലാതെ മറ്റെന്താണുള്ളത്? ഈ മുടിയനായ പുത്രന്റെ അപേക്ഷ നമ്മുടെ മാതാവായ ബ്രിട്ടീഷ് സാമ്രാജ്യം കേൾക്കുകയില്ലേ? പിന്നെ അദ്ദേഹം പറയാണ്, എന്നെ പുറത്തു വിട്ടാൽ ഞാൻ ഇനിയുള്ള ജീവിതാന്ത്യം വരെയും ബ്രിട്ടീഷ് രാജ്യത്തോട് കൂറുള്ളവനായിരിക്കും എന്ന് മാത്രമല്ല, എന്നോടൊപ്പം നിൽക്കുന്നവരെയും സ്വാതന്ത്ര്യ സമരത്തിനായി ഇറങ്ങി പുറപ്പെടുന്നവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ബ്രിട്ടീഷുകാരോട് കൂറുള്ളവരാക്കി മാറ്റുകയും ചെയ്തു കൊള്ളാമെന്ന് ഞാൻ നിങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് വാക്ക് തരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഇതിലെ വാചകം, ഏതാണ്ടുള്ള വാചകം. ഈ മാപ്പപേക്ഷയാണ് ബ്രിട്ടീഷുകാർ വായിക്കുന്നത്. അവരെന്നെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നും കണ്ടു കാണില്ല. ഇത് കണ്ടപ്പോഴാണ് ഇനി ചെങ്ങൈനെ ഇവിടെ കടത്തുന്നതിൽ അർത്ഥമല്ല എന്ന് അവർ തീരുമാനിച്ച് രത്നഗിരിയിലേക്ക് പറഞ്ഞു വിടുന്നത്. രത്നഗിരിയിൽ ഒരു സ്വന്തമായ ഒരു വീടൊക്കെ കൊടുത്ത് കൊട്ടാരൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നത്. 1919 അദ്ദേഹം ജയിലിൽ നിന്ന് ഈ അപേക്ഷ എഴുതാനായിട്ട് പേപ്പർ കിട്ടാതെ നടക്കുന്ന കാലത്താണ് മലബാറിൽ വലിയ കലാപം നടക്കുന്നത്. വാരിയംകുന്നത്ത് കുഞ്ഞാമത് ഹാജി എന്റെ കണ്ണിലെ കെട്ടഴിച്ച് എന്നെ നേർക്ക് നേരെ നിന്ന് വെടിവെക്കൂ എന്ന് ബ്രിട്ടീഷുകാരോട് പറയുന്നത്. അത് ഒരേ കാലത്താ, നിങ്ങൾ ആലോചിച്ച് നോക്കണം.